ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. അപ്പം നമുക്ക് ഇൻഫോർമൽ എക്കണോമിൻ്റെ ഒരു ഓവർവ്യൂ ആണ് നെക്സ്റ്റ് നമ്മൾ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓവർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും എന്തൊക്കെയാണ് നമ്മൾ കവർ ചെയ്ത് പോയത്, എക്സ്ട്രാ നമുക്ക് ഇതിൽ ചെയ്യാൻ കവർ ചെയ്ത് പോയത് ഒരു ഓവർവ്യൂ ചെയ്യാനുണ്ട്. അതുകൂടാതെ നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം ഫോർ വർക്കേഴ്സിനെ പറ്റി, ഫോർ ബിസിനസ്, അതിലെന്തൊക്കെയാണ് നമുക്ക് ഇൻഫോർമൽ എക്കണോമിയിലുള്ളതെന്നും കൂടാതെ നെക്സ്റ്റ് ഫോർ ഡോമിനൻ്റ് സ്കൂൾസ് ഓഫ് തോട്ട്, ഇൻഫോർമൽ എക്കണോമി ഇൻ ഇന്ത്യ, വുമൺ ആൻഡ് ഇൻഫോർമൽ എക്കണോമി ഇൻ ഇന്ത്യ. ഓക്കെ, നമ്മുടെ സ്ത്രീകളുടെ എന്താണ് പറയുന്നത്, സ്ത്രീകളുടെ ഇമ്പോർട്ടൻസ് ഇന്ത്യയിൽ, എന്തിലെ എക്കണോമിയിൽ സ്ത്രീകളുടെ ഇമ്പോർട്ടൻസ്, ഇൻഫോർമൽ എക്കണോമി ഇൻ ഇന്ത്യ, എന്തിലെ വുമൺസും ഇന്ത്യയിലെ എക്കണോമിയും തമ്മിലുള്ള ബന്ധം. അതിന് ഇൻഫോർമൽ എക്കണോമിക് ഇൻ ഇന്ത്യ ഫോർ ഡോമിനൻ്റ് സ്കൂൾസ് ഓഫ് തോട്ട്, ഫോർ ഡോമിനൻ്റ് സ്കൂൾ, ആ 4 ഡോമിനൻ്റ് സ്കൂൾ ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇൻഫോർമൽ എക്കണോമി ആൻഡ് ഓവർവ്യൂ. ഇൻഫോർമൽ എക്കണോമി എന്ന് പറഞ്ഞാൽ എന്താണ്? The informal economy as and compared to formal economy is more concerned with the quality of work and adequate functioning of the market forces. മാർക്കറ്റ് ഫോഴ്സിൽ കുറച്ചും കൂടി ക്വാളിറ്റിയോട് കൂടി വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഫോർമൽ ഇക്കണോമി എന്ന് പറയുന്നത്. ഇറ്റ് മാർജിനലൈസ്ഡ് ദാറ്റ് ഈസ് നോട്ട് mainstream process of production of goods and services. Informal economy relatively a greater proportion of workforce of engaged in informal sector of economy. Informal character affairs labor income structure, social security labor income എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിലാണ്? ഇൻഫോർമൽ എക്കണോമിയിലാണ്. കുറച്ചും കൂടി ക്ലാരിറ്റിയോട് കൂടി കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, next, the workforce of the informal economy is excluded from transaction that takes place of formal recognized sector. The workers of the informal economy are not counted officially by the national accounts official statistics. അതായത് ഒരു ഇൻഫോർമൽ എക്കണോമീസിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ലിസ്റ്റ് അതെന്തല്ല, കൗണ്ടബിൾ അല്ല. അതങ്ങനെ ഇത്ര കണക്കിലെ ഉൾപ്പെടുത്തൂ എന്നുള്ള എന്തില്ല, ഒരു ബൗണ്ടറി ഇല്ല എന്നതാണ് ഇതിലെ പ്രത്യേകത, ഇൻഫോർമൽ ഇക്കണോമിൻ്റെ പ്രത്യേകത. ഓക്കെ, നെക്സ്റ്റ് ലാക്ക് ഓഫ് ഓൾട്ടർനേറ്റീവ് എംപ്ലോയ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് സോഷ്യൽ പ്രൊട്ടക്ഷൻ. ദ ഡിറ്റർമിനൻസ് ഓഫ് പാർട്ടിസിപ്പേറ്റ് ഇൻഫോർമൽ എക്കണോമിക്സ് ആർ. ഇൻഫോർമൽ എക്കണോമിക്സിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ വർക്കേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ നോക്കാം നമുക്ക്. ലാക്ക് ഓഫ് ഓൾട്ടർനേറ്റീവ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഇവർക്ക് എന്താണ് ലാക്ക് ഓഫ്, ഇതിൽ പറയുന്നത് ലാക്ക് ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ഇവർക്ക് ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് മിസ് എഴുതുന്നില്ല. അവസരങ്ങൾ, അവസരങ്ങൾ? അവർക്ക് തൊഴിലവസരങ്ങൾ കുറവാണ് ഫോർ വർക്കേഴ്സിന്. ഏത് സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ഇൻഫോർമൽ ഇക്കണോമിയിൽ ഫോർ വർക്കേഴ്സിന് ലാക്ക് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ്. ഫോർ ബിസിനസ്സസിന് പിന്നെ നീഡ് ഫോർ സപ്ലിമെൻറ്റ് ഇൻകം ഡിറൈവ് ഫ്രം എംപ്ലോയ്മെൻറ്റ് ദ ഫോർമൽ sector. I wish to supplement social security benefit with an undeclared income. Okay, അതായത് അൺഡിക്ലെയർഡ് ഇൻകം ആണ്. ഓക്കെ, അതായത് എപ്പോഴും ജോലിയൊന്നും ഉണ്ടാവില്ല, പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻകം, കറക്റ്റ് ഇൻകം സ്കെയിൽ ഓഫ് സാലറി ഇല്ല ആർക്ക്? നമ്മുടെ വർക്കേഴ്സിന്. ഏതിൽ? ഇൻഫോർമൽ ഇക്കണോമിയിൽ. ഐ വിഷ് ടു സപ്ലിമെൻറ്റ് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റിന് അൺഡിക്ലെയർ. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്, സോഷ്യൽ സെക്യൂരിറ്റി അത്ര ഇല്ല, സോഷ്യൽ സെക്യൂരിറ്റി കുറവാണ്. ഓക്കെ, ഫോർ ബിസിനസ്സസിൻ്റെ പ്രത്യേകത എന്താ പറയുന്നത്? പെർസീവ്ഡ് ആക്ച്വൽ ബ്യൂറോക്രസി അസോസിയേറ്റഡ് വിത്ത് ഫോർമലൈസേഷൻ. എന്താണ്? അവർ ആക്ച്വൽ ഒരു ബ്യൂറോക്രസി ലെവലിലാണ് ഇവിടെ പറയുന്നത്. ആൻഡ് വി ഷാൻ അവോയ്ഡ് ടു റെഡ്യൂസ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ടാക്സസ് ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ്. ടു അവോയ്ഡ് എന്താണ്? ടു അവോയ്ഡ് ഇവരെന്താ ചെയ്യുന്നത്? ടു അവോയ്ഡ് reduce cost. Okay, to avoid reduce cost for dominant schools of thought. പിന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു ഭാഗം, ഫോർ ഡോമിനൻറ്റ് സ്കൂൾസ് ഓഫ് തോട്ട്. 6 സ്കൂൾസ് ഉണ്ട് അല്ലേ? 4 സ്കൂൾസ്. ഓക്കെ, 4 ഡോമിനൻറ്റ് സ്കൂൾസ് ഓഫ് തോട്ട് ഏതൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഏതൊക്കെയാണ്? ഫോർ ഇൻഫോർമൽ the dualist schools popularized by ILO in the 1970. 1970 ILO അതാണ് ഒരു സ്കൂൾ. സബ്സ്ക്രൈബ്സ് ദ നോഷൻ ഓഫ് ഇൻഫോർമൽ സെക്ടർ
Next, they are distinct safely on the crisis of former sector and the structuralist school popularized by Caroline Moster, okay, Alanjara Prost and others late in 1917 and 1980 ഈ ഒരു ഫോർ ഡോമിനൻറ്റ് സ്കൂൾസ് ഓഫ് തോട്ട് എന്നുള്ളത് സ്ഥാപിതമായത്. ഓക്കെ, and sector should be seen subordinate economic units, micro firms, as workers that reduce input labor cost and increase the imperative of large capitalist firm. In the structuralist model, in market duralist model, different model of forms of production. Okay, the legalist school popularized by ഹെർണാഡോ ഡി സോ 1880. നെക്സ്റ്റ് 1970 to 1980 പിന്നെ എന്ത് ചെയ്ത് സ്കൂളാണ് ആൻഡ് 1990 1990 എന്ന് പറയും അല്ലേ. 1990s subscribes to the notion that informal sector is compromised of micro entrepreneurs who choose to operate informal order to avoid cost, time, effort, informal registration. Okay, next, the voluntarist school popularized by വില്യം മലോണി എന്ന് പറയുന്ന ഒരാളാണ് നെക്സ്റ്റ് ഒരു സ്കൂൾ സ്ഥാപിച്ചത് ഇൻ ദ ഏർലി ഓഫ് 2000s. ഫോക്കസ് സെൽഫ് എംപ്ലോയിഡ്. ഓക്കെ, സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സ്കൂളാണ് നിർമ്മിച്ചത്. മൈക്രോ എൻ്റർപ്രണേഴ്സ് ആൻഡ് എസ്പെഷ്യലി മൈക്രോ എൻ്റർപ്രണേഴ്സ് ഇറ്റ് സബ്സ്ക്രൈബ്. ഓക്കെ, നെക്സ്റ്റ് പിന്നെ നമുക്ക് പഠിക്കുക ദ ലേറ്റസ്റ്റ് സ്കൂൾ പോപ്പുലർ ദാൻ ബോർഡർ സ്കൂൾ പോപ്പുലർ ദാൻ ഇൻഫോർമൽ എക്കണോമി ഇൻ ഇന്ത്യ. എന്താണ് ഈ ഇൻഫോർമൽ എന്താണെന്ന് നോക്കാം നമുക്ക്. നെക്സ്റ്റ് നമുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ്, ഇൻഫോർമൽ എക്കണോമി ഇൻ ഇന്ത്യ. ഇൻഫോർമൽ എക്കണോമി ഇൻ ജനറൽ കോൺസ്റ്റിറ്റ്യൂട്ട് ഓൾ ദ ഇൻഫോർമൽ എംപ്ലോയ്മെന്റ് ഇന്ത്യ എംപ്ലോയീസ് വർക്ക് അബൌട്ട് സെക്യൂർ കോൺട്രാക്ട്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ഇൻഫോർമൽ എന്റർപ്രൈസ്. സോ സ്മോൾ അണ്ടർഗ്രേസ്ഡ് ദ അൺകോർപ്പറേറ്റഡ് എന്റർപ്രൈസസ്. അൺകോർപ്പറേറ്റഡ് എന്റർപ്രൈസസ് ആണ് ഇൻഫോർമൽ എക്കണോമി. ഓക്കെ, ഇൻഫോർമൽ എക്കണോമി ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് എന്താണ് and then informal economy is general constitute all form of informal employment. The employees work without a secure contract. The employees work without a secure contract. It also includes self employment in self employment ആയിരിക്കും, സെൽഫ് എംപ്ലോയീസ് ആയിരിക്കും കേട്ടോ. സെൽഫ് എംപ്ലോയീസ് ആണ് ഇവിടെ ഇൻഫോർമൽ എക്കണോമിക്സിൽ ഉണ്ടാവുക. ഓക്കെ, ക്ലാസിഫൈഡ് ഇൻ ടേംസ് ഓഫ് ഒക്കുപ്പേഷൻ. ഇത് വേറൊരു പോയിൻ്റാണ്. ക്ലാസിഫൈയിങ് ഇൻ ടേംസ് ഓഫ് നേച്ചർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ക്ലാസിഫൈഡ് ഇൻ ടേംസ് ഓഫ് ഒക്കുപ്പേഷൻ. സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്, ലാൻഡ്ലെസ്, അഗ്രികൾച്ചർ ലേബേഴ്സ്, ഷെയർ ക്രോപ്പേഴ്സ് ആൻഡ് ഫിഷർമെൻ, ദോസ് എൻഗേജ്ഡ് ആൻഡ് ആനിമൽ ഓക്കെ. ഇൻഫോർമൽ ഇക്കണോമി ക്ലാസിഫൈഡ് ടേംസ് ഇൻ ഒക്കുപ്പേഷൻ, സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്. ഇത് ക്ലാസിഫൈഡ് ഇൻ ഒക്കുപ്പേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പക്ഷേ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് അഗ്രികൾച്ചർ ലേബേഴ്സ്, ഷെയർ ക്രോപ്പേഴ്സ്, ഫിഷർമാൻ, അവരൊക്കെയാണ് ഇവിടെ ഉണ്ടാവുന്നത്. നമ്മുടെ ക്ലാസിഫൈഡ് ഇൻ ടേംസ് ഒക്കുപ്പേഷൻ എന്ന് പറഞ്ഞ ടേംസിലുള്ള ആളുകളാണ് ഫിഷർമാൻ ആൻഡ് ലാൻഡ്ലെസ് അഗ്രികൾച്ചർ. ലാൻഡ്ലെസ്, ഭൂമി ഇല്ലാത്ത കർഷകർ, അതായത് പൊതുവെ പുവർ പീപ്പിൾസ് ആണ് അല്ലേ, നോർമൽ പീപ്പിൾസ് ആണ് എവിടെ ഉള്ളത്, ഇൻഫോർമൽ എക്കണോമിക്സ് എന്നുള്ളതിലെ കാറ്റഗറി, ഒക്കുപ്പേഷണൽ കാറ്റഗറിയിലുള്ളത്. ഓക്കെ, ക്ലാസിഫൈഡ് ഇൻ ടേംസ് ഓഫ് നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ്. അതിലാണെങ്കിലോ അറ്റാച്ച്ഡ് അഗ്രികൾച്ചറൽ ലേബേഴ്സ്, ബോണ്ടഡ് ലേബേഴ്സ് ആൻഡ് മൈഗ്രൻ്റ് വർക്കേഴ്സ് ആൻഡ് കോൺട്രാക്ട് ആൻഡ് കാഷ്വൽ ലേബറേഴ്സ് ആണ് എവിടെ ഉള്ളത്, ക്ലാസിഫൈഡ് ടേംസ് ഓഫ് നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ്. നെക്സ്റ്റ് ഉള്ളത് ക്ലാസിഫൈഡ് ഇൻ ടേംസ് ഓഫ് സ്പെഷ്യലി ഡിസ്ട്രസ്ഡ് കാറ്റഗറീസ്. സ്പെഷ്യലി ഡിസ്ട്രസ്ഡ് കാറ്റഗറീസിൽ ആരൊക്കെയാണെന്ന് നോക്കാം. ടൊഡി ട്രാപ്പേഴ്സ്, സ്കാവഞ്ചേഴ്സ്, കാരിയേഴ്സ്, ഹെഡ് ലോഡ്സ്, ഡ്രൈവേഴ്സ് ആൻഡ് ആനിമൽ ഡ്രൈവൺ വെഹിക്കിൾ, ലോഡേഴ്സ്, ലോഡൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അൺലോഡേഴ്സ്, അൺലോഡ് ചെയ്യാത്ത ആൾക്കാർ കംസ് അണ്ടർ ദിസ് കാറ്റഗറി. ഏതാണ് ആ കാറ്റഗറി? ക്ലാസിഫൈഡ് ഇൻ ടേംസ് ഓഫ് സ്പെഷ്യലി ഡിസ്ട്രസ്ഡ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന കാറ്റഗറി ക്ലാസിഫൈഡ് ഇൻ ടേംസ് ഓഫ് സർവീസ് കാറ്റഗറൈസ് ആണ്. സർവീസ് കാറ്റഗറൈസിൽ വരുന്നത് ആരാണ്? മിഡ് വൈഫ്സ്, ഡൊമസ്റ്റിക് വർക്ക്, മിഡ് വൈഫ്സ്,
ഡൊമസ്റ്റിക് വർക്കേഴ്സ്, ഫിഷർമാൻ ആൻഡ് വുമൺ, ബാർബർ, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് വെൻഡേഴ്സ്. ബാർബർ, വുമൺസ്, വെജിറ്റബിൾ, fruits vendors, newspaper vendors belong to this category. Okay, now classified in terms of service category. Next, the majority of workers in India and informal employment. നമ്മുടെ ഇന്ത്യയിൽ മെജോറിറ്റി ഓഫ് വർക്കേഴ്സ് എന്തിലുള്ളത്? ഇൻഫോർമൽ എംപ്ലോയ്മെൻറ്റ്. അത് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. മെജോറിറ്റി ഓഫ് വർക്കേഴ്സ് ഇൻ ഇന്ത്യ ഇൻഫോർമൽ കാറ്റഗറിയിലാണ്. കാരണം അതിലാണ് എന്തുള്ളത്? ഇൻഫോർമൽ കാറ്റഗറിയിലാണ് ആരൊക്കെ ഉള്ളത്? ഫിഷർമാൻ, വുമൺ ആൻഡ് ഡ്രൈവേഴ്സ് അല്ലെ. നോർമൽ ജോലി ചെയ്യുന്ന ഒരുവിധ ആളുകളൊക്കെ ഏത് കാറ്റഗറിയിലാണ്? ഇൻഫോർമൽ എക്കണോമിക് കാറ്റഗറിയിലുള്ളത്. അതിൽ തന്നെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കാറ്റഗറിയിലൊക്കെ അല്ലേ. നെക്സ്റ്റ്, വുമൺ ആൻഡ് ഇൻഫോർമൽ എക്കണോമി ഇൻ ഇന്ത്യ. വുമണിൽ എങ്ങനെയാണ് ഇന്ത്യ? ദ ലേബർ മാർക്കറ്റ് ഡിസ്ക്രിമിനേഷൻ അല്ലേ. ലേബറിൽ, അതായത് തൊഴിലാളികളിൽ തന്നെ എന്തുണ്ട്? വർണ്ണ വിവേചനം, ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. മെനി ഗ്രൂപ്പ്സ് ടു ബി ഇൻഫോർമൽ എക്കണോമി. വുമൻസ് ആർ ഓഫൺ ക്ലസ്റ്റേർഡ് മോസ്റ്റ് മാർജിനൈസ്ഡ് സെഗ്മെന്റ് ഓഫ് ഇൻഫോർമൽ റിസോഴ്സസ് ആൻഡ് ബേർഡൻസ് ഓഫ് വർക്ക് ആസ് എ problematic in the informal economy as and formal economy. The policy making requires a gender lens to understand the different needs of constraint of women and men. The women's access of labor market, resources and health education are already affected due to their socio-cultural background. In a country like India, there is a preponderance of the informal sector absorbing large section of women. അപ്പോൾ വുമൻസ് എങ്ങനെയാണ് നമ്മുടെ ഇൻഫോർമൽ എക്കണോമിയിൽ അല്ലേ? ഇൻഫോർമൽ എക്കണോമിക്സിൽ നമ്മളെ വുമൻസിൻ്റെ സ്ഥാനം എന്താണ്? ദ വുമൻസ് ആക്സസ് ലേബർ മാർക്കറ്റ്, റിസോഴ്സസ് ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആർ ലാർജ്ലി അഫക്റ്റഡ് ഡ്യൂ ടു ദെയർ സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. അതായത് നമ്മുടെ ഈ വുമൻസിൻ്റെ സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കുമ്പോൾ ഹെൽത്ത് ആൻഡ് റിസോഴ്സസ് ആൻഡ് ലേബർ മാർക്കറ്റിലൊക്കെ വുമൻസിന് അതിൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള മേഖലകളാണ്. The preponderance of informal sector absorbing a large section of engaged casual work, piece rated work, working largely convinced of household which remains in. അതായത് കാഷ്വൽ വർക്ക്, പീസ് റേറ്റഡ് വർക്കൊക്കെ ഇങ്ങനെ വുമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ വർക്കുകൾ ഇൻഫോർമൽ ഇക്കണോമി ആയിട്ട് വുമൻസുമായി ബന്ധപ്പെട്ടതുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, then piece of rated work and working largely in the confines of household which remain in so statistical resource. Then strategies for transition towards formal economy. അത് സ്ട്രാറ്റജീസ്, ഏതൊക്കെ സ്ട്രാറ്റജീസ് ആണുള്ളത്? ട്രാൻസിഷൻ ടുവേർഡ്സ് ഫോർമൽ ഇക്കണോമിയിൽ എന്തൊക്കെ ഏതൊക്കെ സ്ട്രാറ്റജി ഉള്ളത് നോക്കാം നമുക്ക്. ഓക്കെ, സ്ട്രാറ്റജീസ് ഓഫ് ട്രാൻസിഷൻ. അതുകൂടാതെ നമുക്ക് ഒരു ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സ് എന്നൊരു ഭാഗം പഠിക്കാനുണ്ട്. അതിൽ ദെൻ കൊളോണിയൽ ഡിസ്കോഴ്സ് എന്നൊരു ഭാഗം. ഓക്കെ, കൊളോണിയൽ ഡിസ്കോഴ്സ്. ഇതിൽ വരുന്ന ഭാഗങ്ങൾ കൊളോണിയൽ പെർസ്പെക്റ്റീവ് ആൻഡ് മിസ്സിംഗ് പെർസ്പെക്റ്റീവ് ആൻഡ് ദ അഡ്മിനിസ്ട്രേറ്റീവ് പെർസ്പെക്റ്റീവ്, സെൻസസ് ആൻഡ് ഷുവറി ആൻഡ് വില്ലേജ് ആൻഡ് സിറ്റീസ്, നാഷണലിസ്റ്റ് ഡിസ്കോഴ്സ്. അപ്പോൾ നാഷണലിറ്റി ഡിസ്കോഴ്സ് എന്നൊരു ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ പറയാത്ത കുറച്ച് പോയിന്റ്സ് ആണ്. കൊളോണിയൽ പെർസ്പെക്റ്റീവും ദെൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് പെർസ്പെക്റ്റീവും സെൻസസ് പെർസ്പെക്റ്റീവും വില്ലേജ് ആൻഡ് സിറ്റീസും നാഷണലിസ്റ്റ് ഡിസ്കോഴ്സ് ഒക്കെ ഇതിൽ വരുന്ന ഭാഗങ്ങളാണ്. ഓക്കെ, ദെൻ സ്ട്രാറ്റജീസ്. ദർ ആർ 3 സ്ട്രാറ്റജീസ് ഇൻ ട്രാൻസിഷൻ ടുവേർഡ്സ് ഫോർമൽ ഇക്കണോമി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർമൽ ഇക്കണോമി, ലാസ്റ്റ് നമ്മുടെ പോയിന്റാണ് ഫോർമൽ ഇക്കണോമി. അതിൽ 3 സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ 3 സ്ട്രാറ്റജീസ് ആൻഡ് ഇതിന് കൊളോണിയൽ ഡിസ്കോഴ്സ് നേരത്തെ മിസ് പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾ എഴുതിയെടുക്കണം. അതേപോലെ ഫോർമൽ ഇക്കണോമി 3 സ്ട്രാറ്റജീസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതോടുകൂടി നമ്മൾ ഈ ഒരു പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ.